ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് ഇട്ടിട്ടുണ്ട്. ആ ലിങ്ക് എൻ്റെ മറ്റൊരു യൂട്യൂബ് ചാനലിൻ്റെ ആണ്. ആ ചാനൽ 2 ദിവസമായിട്ട് ഞാൻ മോണിറ്റൈസേഷന് വിട്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ റിവ്യൂ നടന്നുകൊണ്ടിരിക്കുക. അപ്പം മോണിറ്റൈസ്ഡ് ആയിക്കഴിഞ്ഞാൽ ആ ചാനലിൽ ഡെയിലി സ്റ്റോറി ഉണ്ടാവും. അപ്പോൾ ദയവേത് നിങ്ങളെല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. 1000 സബ്സ്ക്രൈബേഴ്സ് വേണം എന്നുള്ളൊരു ക്രൈറ്റീരിയ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അപ്പോയിട്ട് അങ്ങനെ പറയാം. അങ്ങനെ പലതും ചിന്തിക്കാൻ കഴിയും. പക്ഷെ ഇത്ര കാലം മനസ്സിനുള്ളിൽ ഞാനൊരു രൂപം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് മാറ്റണമെന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അത് പറഞ്ഞാൽ എത്രത്തോളം മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എൻ്റെ മനസ്സിൽ അന്ന് മുതൽ ഇന്ന് വരെ ഒരൊറ്റ മുഖം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതെൻ്റെ മനസ്സിൽ നിന്ന് മാറ്റാനുള്ള ധൈര്യമൊന്നും എനിക്കില്ല. എല്ലാവരുടെയും മുമ്പിൽ വെച്ച് അപ്പോയിന് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ തളർന്നുപോയി. ഒരിക്കലും ജീവിക്കേണ്ടെന്ന് തോന്നി. അപ്പോയിനാണോ, അച്ഛനോ അമ്മയാണോ, മധുവാണോ എനിക്ക് വലുതെന്ന് ചോദിച്ചാൽ എൻ്റെ കയ്യിൽ അതിന് മതിയായ ഉത്തരവില്ല. നിങ്ങൾ ആരും വലുതുമല്ല ചെറുതുമല്ല. ഒരു നാണയത്തിൻ്റെ ഇരുവശങ്ങളാണ് എനിക്ക്. എൻ്റെ അച്ഛനും അമ്മയും മധു എനിക്ക് എത്ര പ്രിയപ്പെട്ടതാണോ അത്രയും തന്നെ പ്രിയപ്പെട്ടതാണ് എനിക്ക് അപ്പോയിട്ടനും. ആരുടെയും സ്നേഹത്തിൻ്റെ തട്ട് തൂക്കാനുമുള്ള അളക്കാനൊന്നും എനിക്കറിയില്ല. ഈ പെണ്ണ് വീണ്ടും വീണ്ടും തന്നെ അത്ഭുതപ്പെടുത്തുകയാണല്ലോ എന്ന് അപ്പോൾ ചിന്തിച്ചത്. മാളവിക തൻ്റെ ഫീലിങ്സ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതൊക്കെ ഇപ്പം എൻ്റെ മനസ്സിലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് തോന്നുന്നതാ. കുറച്ച് കഴിയുമ്പോൾ ഇതൊന്നും വേണ്ടായിരുന്നു എന്ന് തന്നെ തോന്നും. അപ്പോൾ ഇങ്ങനെ പറഞ്ഞ് വീണ്ടും വീണ്ടും എന്നെ വിഷമിപ്പിക്കരുത്. എൻ്റെ സ്നേഹത്തെ അളക്കുന്നത് പോലെ, എന്നെ അപമാനിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. അപ്പോഴിനെ മറക്കാൻ എനിക്ക് കഴിയില്ല. എന്തൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും ഇതിൽ കൂടുതൽ എനിക്ക് തെളിയിച്ച് കാണിക്കാനും അറിയില്ല. അപ്പോട്ടൻ കരുതുന്ന പോലെ പിന്നീടൊന്ന് മാറി ചിന്തിക്കാനായിരുന്നെങ്കിൽ എനിക്ക് നേരത്തെ ആകാമായിരുന്നു. പിന്നെ ഇപ്പം അപ്പോട്ടിന് നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് എന്നെ ഏട്ടനിൽ നിന്ന് അകറ്റി നിർത്താനുള്ളൊരു കാരണമായി കാണുന്നതെങ്കിൽ ഞാനത് കണക്കിലെടുക്കുന്നില്ല. ഒരിക്കലെങ്കിലും മനസ്സിൻ്റെ താളം തെറ്റാത്തവരായി ആരാ ഉള്ളത്? നമ്മളൊക്കെ നോർമലാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ചിലർക്ക് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ലെന്ന് മാത്രം. അങ്ങനെ പറഞ്ഞാൽ ഞാനും ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ മറ്റൊരർത്ഥത്തിൽ ഭ്രാന്തി തന്നെയാണ്. നമുക്ക് ഭ്രാന്തമായി എന്തിനോട് തോന്നുന്നതും ഒരു ഭ്രാന്തി തന്നെയാണ്. എൻ്റെ ഭ്രാന്ത് അപ്പോയിനാണ്. അപ്പോയിനോടുള്ള പ്രണയമാണ് എനിക്ക് ഭ്രാന്തമായി തോന്നുന്നത്. അതും ഒരു ഭ്രാന്ത് തന്നെയല്ലേ? അവൻ അവളെ തന്നെ ഇമ വെട്ടാതെ നോക്കി. നീണ്ട ഭംഗിയുള്ള മൂക്കാണ്. ഒരുപാട് സംസാരിക്കേണ്ട മാളു, സംസാരിക്കണം. ഇനിയെങ്കിലും എൻ്റെ ജീവിതത്തെപ്പറ്റി ഞാൻ സംസാരിക്കണം. ഒരിക്കലെങ്കിലും അപ്പോട്ടം പറഞ്ഞ വാക്കിൻ്റെ പുറത്ത് വിശ്വസിച്ചിരുന്ന ആളാണ് ഞാൻ. വാക്ക് കൊടുത്ത പെണ്ണിനെ പറ്റിക്കുന്നത് നല്ലൊരു പുരുഷന് ചേരുന്ന സ്വഭാവമല്ല. അവൻ അവളെ നോക്കാൻ ബുദ്ധിമുട്ട് തോന്നി. എന്തു പറഞ്ഞാലാണ് താൻ ഈ പെണ്ണിനെ മനസ്സിലാക്കുന്നത്? അവനൊന്ന് കണ്ണടച്ച് ശ്വാസം വലിച്ചു വിട്ടു. ശേഷം കണ്ണാടിയുടെ ഫ്രെയിം പിടിച്ച് ഒന്നുകൂടി ശരിക്ക് വെച്ചു. മോളെ, നീ എനിക്കിങ്ങനെ ധർമ്മസങ്കടം തരരുത്. നിന്നെ ഞാൻ എവിടേക്കാണ് ക്ഷണിക്കുന്നത്? ഭ്രാന്ത് നിറഞ്ഞ ജീവിതത്തിലേക്കോ, അതോ താളം തെറ്റി എൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിലേക്കോ? ഞാൻ എന്നെ സ്വയം മറക്കുന്ന നിമിഷങ്ങളിൽ നിന്നെപ്പോലും മറന്നുപോകും മാളവിക. മനസ്സിലാക്കണം നീ. വാശി പിടിക്കരുതിങ്ങനെ. ഞാൻ കാരണം നിനക്കെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ എൻ്റെ അവസ്ഥ എന്താകുമായിരുന്നുവെന്ന് നീ ചിന്തിച്ചിട്ടുണ്ടോ? ഒരാൾ നൽകിയ വേദന മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അപ്പോഴാണ് അടുത്തത് കൂടി. ഇങ്ങനെ വാശി പിടിക്കരുത്. ക്ഷണിക്കാൻ എനിക്കൊരു ജീവിതമില്ല. എനിക്കൊരു ജീവിതമുണ്ടായിരുന്നുവെങ്കിൽ നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടാൻ ഞാൻ തയ്യാറായേനെ. ഇവിടെ അങ്ങനെയല്ലല്ലോ. എൻ്റെ ജീവിതം കൈമോശം വന്നുപോയി. എൻ്റെ മനസ്സിൻ്റെ താളം എൻ്റെ കയ്യിലല്ല. എപ്പോഴാണ് എനിക്ക് തെറ്റിപ്പോകുന്നതെന്ന് എനിക്കറിയില്ല. എനിക്ക് തന്നെ അറിയാതെ നിൽക്കുന്ന ഒരവസ്ഥയിലാണ് ഞാൻ. ആ സമയത്ത് ഞാൻ നിന്നെ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കൂട്ടുന്നത്? ഒരു പെണ്ണിനെ താലി ചാർത്തിയാൽ അവളെ സംരക്ഷിക്കാനുള്ള ബാധ്യത താലി കെട്ടുന്നവൻ്റെയാണ്. അത് ഞാൻ എങ്ങനെ ചെയ്യും? പറഞ്ഞപ്പോഴേക്കും അവൻ്റെ വാക്കുകൾ ഇടറി തുടങ്ങി. അത് കേൾക്കാൻ മാളവികയ്ക്ക് സങ്കടം തോന്നിയിരുന്നു. പെട്ടെന്ന് അവൾ അവൻ്റെ കൈകളിൽ കയറി പിടിച്ചു. അപ്പോട്ടാ, ഏട്ടൻ്റെ അവസ്ഥ മാറുമെന്ന് എനിക്ക് 100% ഉറപ്പുണ്ട്. ഈ മനസ്സിൻ്റെ താളം ഞാനാകും. ആ ഹൃദയത്തിൻ്റെ ഉള്ളിൽ ഞാൻ മാത്രമാകും. ആ മനസ്സിൻ്റെ ദ്രുതതാളങ്ങൾ പോലും എനിക്ക് മനപാഠമാകുമെന്ന് എനിക്ക് ഉറപ്പാണ്. അതെനിക്ക് സാധിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്.
സ്നേഹം കൊണ്ട് മാറാത്ത ഒരു വ്യാധിയും ലോകത്തിലില്ല. എല്ലാ രോഗങ്ങൾക്കുമുള്ള മരുന്നാണ് സ്നേഹം. അങ്ങനെ ഒരു പരീക്ഷണത്തിന് നിന്റെ ജീവിതം വിട്ടുകൊടുക്കാൻ ഞാൻ തയ്യാറല്ല മാളവിക. ഞാൻ തയ്യാറാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കില്ലാത്ത എന്ത് പ്രാധാന്യമാണ് അപ്പോട്ടും കൊടുക്കുന്നത്? ഇനി അതൊരു പരീക്ഷണമാണെങ്കിൽ പോലും എനിക്ക് സന്തോഷമാണ്. അപ്പോട്ടിനറിയില്ല, ഒരു ദിവസമെങ്കിലും അപ്പോട്ടിൻ്റെ ഭാര്യയായിട്ട് ജീവിച്ചിട്ട് മരിച്ചാൽ മതി, അതും സന്തോഷമെന്ന് കരുതുന്ന ആളാണ് ഞാൻ. ഒരുപാട് ആഗ്രഹങ്ങളൊന്നും എനിക്കില്ല. ഒരു ദിവസമെങ്കിലും അപ്പോട്ടെൻ്റെ പേരണിഞ്ഞ താലി കഴുത്തിലിടണം. ആ കൈകൊണ്ട് എൻ്റെ സീമന്ത രേഖ ചുവക്കണം. ആ നെഞ്ചിൻ്റെ സംരക്ഷണത്തിൽ ആ കരവലയത്തിൽ ചേർന്നുറങ്ങണം. എന്നിട്ട് ഞാൻ മരിച്ചു പോയാലും അത് ഞാൻ സന്തോഷമെന്ന് കരുതും. എന്നെ ഒരിക്കലും ഇനി അങ്ങനെ അകറ്റി നിർത്തല്ലേ അപ്പോയിട്ട. പറഞ്ഞപ്പോഴേക്കും അവൾ കരഞ്ഞുപോയി. അവളെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് അവനും അറിയുമായിരുന്നില്ല. കരയരുത്. അത് പറഞ്ഞപ്പോഴേക്കും അപ്പുവിൻ്റെ കണ്ണിൽ ചുവപ്പ് രാശി പടർന്നു. അത് കണ്ടപ്പോൾ അവളിലും ഒരു വേദന ഉടലെടുത്തിരുന്നു. പെട്ടെന്നത് മാറ്റാനായി മാളവിക പറഞ്ഞു, അപ്പോട്ടൻ വന്നിട്ട് കുറേ നേരമായോ? കുറച്ച് നേരം ആയുള്ളൂ. അപ്പോട്ട, എനിക്കൊരാഗ്രഹമുണ്ട്, സാധിച്ചു തരുമോ? എന്താ? അവൻ മനസ്സിലാകാതെ അവളുടെ മുഖത്തേക്ക് നോക്കി ചോദിച്ചു. പണ്ടേ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടുത്തന്നെ ഓർക്കുന്നുണ്ടോ? അതുപോലെ എനിക്ക് വേണ്ടി ഒരു പാട്ട് പാടാമോ? ഇപ്പോഴും? ഇപ്പം എന്താ കുഴപ്പം? നമ്മൾ മാത്രമല്ലേ ഇവിടെയുള്ളൂ. വളരെ പതുക്കെ മതി. എനിക്ക് മാത്രം കേൾക്കത്തക്ക രീതിയിൽ ഒന്ന് പാടിയാൽ മതി, പ്ലീസ്. പാട്ട്, സംഗീതവും വരികളുമൊക്കെ എന്നെ വിട്ടുപോയിട്ട് എത്ര നാളായിന്നറിയോ മാളു? അങ്ങനെയൊന്നും പോകില്ല. രക്തത്തിൽ അലിഞ്ഞു ചേർന്നതൊക്കെ പാടി നോക്കപ്പോട്ട. പറ്റും, പ്ലീസ്. എനിക്ക് വേണ്ടി 2 വരി. തുടരെ മാളവിക വാശി പിടിച്ചപ്പോൾ അവനത് സമ്മതിച്ചു കൊടുക്കാതെ സാധിക്കില്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ആ ശബ്ദം നൽകിയ അനുഭൂതിയിൽ സ്വയം മറന്നുപോയി മാളു. പക്ഷെ തനിക്കുള്ള മറുപടിയല്ലേ അതിൽ കൂടി അപ്പൂട്ടൻ നൽകുന്നതെന്ന് അവൾ ഓർത്തു. എൻ്റെ അപ്പൂട്ടൻ്റെ ഓർമ്മകളിലൊന്നും ഒരു നഷ്ടസുഗന്ധം ഉണ്ടാകാൻ പാടില്ല. അത് പറഞ്ഞവൾ അവൻ്റെ കൈകളെടുത്ത് തൻ്റെ നെഞ്ചോട് ചേർത്ത് വച്ചു. അപ്പോഴാണ് പെട്ടെന്ന് മാധവൻ അകത്തേക്ക് കയറി വരുന്നത്. പെട്ടെന്ന് മാധവനെ കണ്ടതും അപ്പു കൈ അവളുടെ കയ്യിൽ നിന്നും വലിച്ചെടുത്തു. പെട്ടെന്നാണ് അവളും വാതിൽക്കൽ നിൽക്കുന്ന മാധവനെ കണ്ടത്. അവൾക്കും എന്തോ വല്ലായ്മ തോന്നിയിരുന്നു. രണ്ടുപേരുടെയും അവസ്ഥ മനസ്സിലാക്കിയിട്ടെന്നോണം മാധവൻ അകത്തേക്ക് കയറി വന്നിരുന്നു. അപ്പു എപ്പോൾ വന്നു? രംഗമൊന്ന് മയപ്പെടുത്താനായി മാധവൻ ചോദിച്ചപ്പോഴാണ് രണ്ടുപേർക്കും ശ്വാസം നേരെ വീണത്. എങ്കിലും അപ്പുവിൻ്റെ മനസ്സിലൊരു വല്ലായ്മ കിടന്നു. അങ്കിൾ എന്ത് വിചാരിച്ച് കാണുമെന്ന് അവൻ ഓർത്തു. ഞാൻ വന്നിട്ട് കുറച്ച് നേരമായി അങ്കിൾ. ആൻറ്റി മരുന്ന് വാങ്ങാൻ അങ്ങോട്ട് പോയതേ ഉള്ളൂ. അയാളുടെ മനസ്സിൽ എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ ഉണ്ടെങ്കിൽ അത് മാറിക്കോട്ടെ എന്ന് വിചാരിച്ചാണ് അവൻ അത് പറഞ്ഞത്. അപ്പോഴേക്കും ഉമയും വന്നിരുന്നു. അപ്പോൾ വരൂ. മാധവൻ ഗൗരവത്തിൽ തന്നെയാണ് അപ്പുവിനെ വിളിച്ചത്. നമുക്കൊന്ന് സംസാരിച്ചാലോ? മാധവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി പറഞ്ഞപ്പോൾ എന്തായിരിക്കും അയാൾക്ക് പറയാനുള്ളതെന്ന് അപ്പുവിന് ബോധ്യമുണ്ടായിരുന്നു. അതിനെന്താ, സംസാരിക്കാം, നമുക്ക് നടക്കാം. മാധവൻ ചോദിച്ചപ്പോൾ അപ്പു തലയാട്ടി. കണ്ടുകൊണ്ട് മാളുവിനോട് യാത്ര പറഞ്ഞു. അവൾ തിരിച്ചും. മകളുടെ ജീവിതത്തിൽ നിന്ന് മാറിക്കൊടുക്കണമെന്നാകും അയാൾക്ക് പറയാനുള്ളതെന്ന് നന്നായി അപ്പുവിന് അറിയാമായിരുന്നു. ക്യാൻറ്റീനിലേക്ക് ചെന്നിരുന്നപ്പോൾ രണ്ടുപേർക്കുമിടയിൽ മൗനം തളം കെട്ടുന്നുണ്ടായിരുന്നു. അപ്പുവിന് ജ്യൂസ് പറയട്ടെ? ഒന്നും വേണ്ടെങ്കിൽ, മറ്റെവിടെയോ നോക്കി പറഞ്ഞു. ഞാൻ പറയാൻ പോകുന്ന എന്തായിരിക്കുമെന്ന് അപ്പുവിന് അറിയാമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം. അവൻ വെറുതെ അയാളെ നോക്കി ചിരിച്ചു കാണിച്ചു. ഞാനൊരിക്കലും മാളവികയുടെ ജീവിതത്തിൽ ഒരു ശല്യമായി വരില്ലെങ്കിൽ. എനിക്കെൻ്റെ അവസ്ഥകളും പോരായ്മകളും നന്നായി അറിയാവുന്ന ഒരാളാണ്. എൻ്റെ കാര്യത്തിൽ പേടിക്കേണ്ട. അവൻ പറഞ്ഞപ്പോൾ വിശ്വാസം വരാതെ മാധവൻ അവൻ്റെ മുഖത്തേക്ക് നോക്കി. അപ്പു, ഞാൻ പറയാൻ വന്ന ഇതൊന്നുമല്ല. ഒരച്ഛൻ ഒരിക്കലും ആഗ്രഹിക്കാത്ത കാര്യം. അയാളുടെ മക്കൾ അയാൾ ജീവിച്ചിരിക്കുമ്പോൾ ഒന്നും സംഭവിക്കരുതെന്നാണ്. ഒരച്ഛൻ്റെ സ്ഥാനത്ത് നിന്ന് മാത്രം ഞാൻ അപ്പുവിനോടൊരു കാര്യം ആവശ്യപ്പെടുകയാണ്. പറ്റില്ലെന്ന് മാത്രം അപ്പു എന്നോട് പറയരുത്. അവൻ മനസ്സിലാകാതെ അയാളെ തന്നെ നോക്കി നിന്നു. അപ്പുവിന് എൻ്റെ മോളെ വിവാഹം കഴിച്ചുകൂടെ? അയാളുടെ ആ ചോദ്യമായിരുന്നു അവനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു കളഞ്ഞത്. അങ്കിൾ! അറിയാതെ അവൻ വിളിച്ചു പോയിരുന്നു. എനിക്കറിയാം അപ്പു പറഞ്ഞതുപോലെ അപ്പു ചിന്തിക്കുന്നുണ്ടാവും ഞാൻ എന്തിനാണ് ഇങ്ങനെയൊരു കാര്യം അപ്പുവിനോട് ആവശ്യപ്പെടുന്നതെന്ന്. അതും എല്ലാം അറിഞ്ഞിട്ടും.
അത് അച്ഛനെയും പോലെ അപ്പുവിനെ അവളിൽ നിന്നും അകറ്റാൻ വേണ്ടേ ഞാൻ ശ്രമിക്കാൻ? പക്ഷേ എനിക്കതിന് കഴിയില്ല അപ്പു. എൻ്റെ 2 പെൺമക്കളും എൻ്റെ 2 കണ്ണുകൾ പോലെയാണ് എനിക്ക്. അവർ വേദനിക്കുന്നത് എനിക്ക് സഹിക്കാൻ കഴിയില്ല. മധുവിനെ പോലെ ഒന്നിനും വാശി പിടിക്കാത്ത ഒരാളായിരുന്നു മാളും. അങ്ങനെ ഇങ്ങനെ ഒരു ആഗ്രഹങ്ങളും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല അവൾ. ഞങ്ങൾ എന്തു കൊടുത്താലും 2 കൈയാലെ അവൾ സന്തോഷപൂർവ്വം അത് സ്വീകരിച്ചിട്ടേ ഉള്ളൂ. ഇതുവരെ എനിക്കിതാണിഷ്ടം, അല്ലെങ്കിൽ എനിക്കത് മതിയായിരുന്നു എന്നൊരിക്കൽ പോലും അവൾ എന്നോട് ആവശ്യപ്പെട്ടിട്ടില്ല. ജീവിതത്തിൽ ആദ്യമായി അവൾ എന്നോട് ആവശ്യപ്പെട്ട ഒരു കാര്യം അപ്പുവിനെ അവൾക്ക് മറക്കാൻ കഴിയില്ലെന്നത് മാത്രമാണ്. എല്ലാം അറിഞ്ഞിട്ടും അങ്ങനെ തന്നെയാണല്ലോ അവൾ എന്നോട് അങ്ങനെ ആവശ്യപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമല്ലോ അവൾ ജീവിതം അവസാനിപ്പിക്കാൻ ശ്രമിച്ചത്. അത്രമേൽ സ്നേഹിച്ചത് കൊണ്ടായിരിക്കും ഞങ്ങളൊക്കെ അന്യരാണെന്നൊരു നിമിഷം അവൾക്ക് തോന്നിയത്. എൻ്റെ കുഞ്ഞിൻ്റെ കണ്ണുനീര് ഇനി എനിക്ക് കാണാൻ കഴിയില്ല. ഈ 2 ദിവസം ഞാൻ ഉറങ്ങിയിട്ടില്ല. അപ്പുവിനോട് സംസാരിക്കാൻ വേണ്ടി ഞാൻ കാത്തിരിക്കുകയായിരുന്നു. കേട്ട വാർത്തയുടെ ഞെട്ടലായിരുന്നു അപ്പു. അങ്കിൾ, കുറച്ചു മുൻപ് ഞങ്ങൾ 2 പേരും അവിടെ ഇരുന്ന് സംസാരിച്ചത് കണ്ടിട്ടാണ് അങ്കിൾ ഇങ്ങനെ പറയുന്നതെങ്കിൽ ഞാനവളെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു. അല്ല അപ്പു, അതുകൊണ്ടല്ല. എനിക്കിപ്പോൾ തന്നോട് അപേക്ഷിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. നിർബന്ധപൂർവ്വം എൻ്റെ മകളെ വിവാഹം കഴിക്കണമെന്ന് തന്നോട് പറയാൻ കഴിയില്ല. പക്ഷെ അപ്പുവിനോട് എത്ര വേണേലും താൻ അപേക്ഷിക്കാൻ എനിക്ക് കഴിയും. ഞാൻ അപേക്ഷിക്കുകയാണ്, എൻ്റെ കുഞ്ഞിനെ സ്വീകരിക്കണം. നിൻ്റെ മനസ്സിൽ അവളോടൊരു ഇഷ്ടമുണ്ടെങ്കിൽ ഒരിക്കലും അവളോ ഞങ്ങളോ അപ്പുവിൻ്റെ ഈ ഒരു അവസ്ഥ ഒരു കാരണമാക്കിയോ അതൊരു പോരായ്മയായോ പറയില്ല. പക്ഷേ അവളെ സ്നേഹിക്കാൻ കഴിയില്ലെങ്കിൽ ഞാനൊരിക്കലും അപ്പുവിനെ നിർബന്ധിക്കില്ല. കാരണം മനസ്സിലാണ് സ്നേഹം ഉണ്ടാവേണ്ടത്. അവളോട് അങ്ങനെ ഒരു ഇഷ്ടം തോന്നിയിട്ടില്ലെങ്കിൽ ഞാൻ നിർബന്ധിച്ചതിലേക്ക് അപ്പുവിനെ വലിച്ചിടില്ല. എനിക്കിപ്പോഴും അത്ഭുതം തോന്നുകയാണ്. എല്ലാം അറിഞ്ഞുകൊണ്ട് അങ്കിളിന് എങ്ങനെയാണ് ഇങ്ങനെ സംസാരിക്കാൻ കഴിയുന്നത്? മാളു എൻ്റെ കൂടെ വന്നാൽ അവളുടെ ലൈഫ് എന്താകുമെന്ന് അങ്കിൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്വന്തം ജീവിതം എങ്ങനെയാണെന്ന് അറിയാത്ത ഒരാളാണ് ഞാൻ. മനസ്സിൻ്റെ താളം പോലും സ്വന്തമായി കൈവശമില്ലാത്തവനാണ് ഞാൻ. അങ്ങനെയുള്ള ഞാൻ എങ്ങനെയാണ് മാളവികയെ കൂടി ജീവിതത്തിലേക്ക് കൂട്ടുന്നത്? ഇപ്പോൾ അവൾക്ക് കുറച്ച് സങ്കടം ഉണ്ടായിരിക്കും. പക്ഷേ ജീവിതകാലം മുഴുവൻ അവൾ സങ്കടപ്പെടുന്നത് എത്രയോ നല്ലതാണെങ്കിൽ കുറച്ചുനാൾ അവൾ സങ്കടപ്പെടുന്നത് കുറേ കാലം കഴിയുമ്പോൾ അവളൊക്കെ മറന്നോളും. മറ്റൊരു ജീവിതത്തിലേക്ക് പൊയ്ക്കോളും. വേണമെങ്കിൽ ഞാൻ നിങ്ങളുടെ കൺവെട്ടത്ത് നിന്ന് എവിടേക്കെങ്കിലും പോവാം. പക്ഷെ ഒരു ഭ്രാന്തൻ്റെ ഭാര്യയായി അവളുടെ ജീവിതം ഹോമിക്കാൻ അങ്കിള് സമ്മതിച്ചാൽ പോലും ഞാൻ സമ്മതിക്കില്ല. അത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ട് ഞാൻ അവളെ. ഇനി എൻ്റെ പേരിൽ വേദനിക്കാൻ ഞാൻ അനുവദിക്കില്ല അവളെ. എൻ്റെ ജീവനാണവൾ. അത് പറഞ്ഞപ്പോഴേക്കും അവൻ്റെ വാക്കുകൾ ഇടറിയിരുന്നു. കാത്തിരിക്കുമല്ലോ അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി.